വിളവെടുപ്പിന് മുമ്പായിട്ട് വലിയൊരു പണിയുണ്ട്. ഇതേ ഇലക്കേടുള്ളത് കൂടുതലുള്ളത് കിള്ളി മാറ്റും. അതാ ഈ ഒരു കൈ ഇരിക്കണ മുഴുവനും ഇലക്കേടുകളാണിത്. കണ്ടതേ നോക്കിയേ. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായ സ്ഥലമാണ് കേട്ടതേ. ഇത് കാണുമ്പോൾ തന്നെ അറിയാം. ഷീറ്റിലെ മണ്ണ് മുഴുവൻ ഒഴുകിപ്പോയി. ഇതേ ഉണ്ടതേ നല്ല കനത്തെ വെച്ചാണ്. ഇനിയിപ്പോൾ വെക്കണമെന്നില്ല കേട്ടതേ. വെണ്ടയൊക്കെ വലുതായി. ഇനിയിപ്പോൾ ഷീറ്റ് പറന്ന് പോകത്തൊന്നുമില്ല. ഇതിൻ്റെ അടിവശം നോക്കിയേ, കള ഒന്നും പിടിച്ചിട്ടില്ല. അത്യാവശ്യം ഗ്രോത്തിലേക്ക് വെണ്ട വന്നു തുടങ്ങിയിരിക്കണം. അപ്പോൾ ഇനിയുള്ള പണിയെന്ന് വെച്ചാൽ ഈ ചീര ഇനിയിപ്പോൾ ഫുള്ള് വിളവെടുപ്പ് 2 ദിവസം കൊണ്ട് തീരും. അപ്പോൾ അതിനുശേഷം ചെയ്യുന്ന പണിയെന്ന് വെച്ചാൽ കണ്ടതേ താഴെ തൊട്ടുള്ള വെണ്ടയുടെ ഇല ഇങ്ങനെ കിള്ളിക്കളയും. ഫംഗൽ ഡിസീസ് ഭയങ്കരമായിട്ട് ഉണ്ടാവും. അപ്പം എൻ്റെ വെണ്ടയുടെ അകലം നോക്കിയേ, ഏറ്റവും എത്രത്തോളം അടുപ്പിച്ച് വെക്കാവോ ആ രീതിക്കാണ് ഈ തോട്ടത്തിലെ വെണ്ട ചെയ്തിരിക്കുന്നത്. വെള്ളക്കെട്ടുള്ള സ്ഥലമായിട്ട് തന്നെ ഫുള്ള് വെണ്ടയാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. വരമ്പിൻ്റെ ലെങ്ത് വരുന്നത് 60 മീറ്ററാണ്. അപ്പം അങ്ങനെയുള്ള 40 വരമ്പുകളാണ് ടോട്ടൽ ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് 95%, അതായത് തീരെ ചെറുത് മാത്രം നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളതൊക്കെ വിളവെടുത്തിരിക്കണേ. നമുക്ക് എത്ര കിലോ ഉണ്ടെന്ന് നോക്കാം. കളകൾ തോട്ടത്തിൽ നിന്ന് ഫുള്ളായിട്ട് ഒഴിവാക്കുകയാണെങ്കിൽ അത്രത്തോളം കൃഷിക്ക് നല്ലതാണ്. ഇതെന്താ പാത്തിലൊക്കെ വളരെ ചെറിയ ചെറിയ കളകൾ മാത്രമേ ഉള്ളൂ. ചീറ്റിലുള്ള കളകളും വേണ്ടതേ പോലുള്ള സ്ഥലത്തൊക്കെ ചെറിയ കളകൾ വരും. അപ്പോൾ വെള്ളവും വളമൊക്കെ ചെല്ലുന്ന കാരണം ഇതും പെട്ടെന്ന് തന്നെ കയറും. അപ്പോൾ ചെറു പ്രായത്തിൽ തന്നെ ഇതൊക്കെ പറിച്ച് മാറ്റുകയാണെങ്കിലുണ്ടല്ല ഈ ഷീറ്റൊക്കെ 2-3 കൃഷിക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുമേ. മഴക്കാലത്താണെങ്കിലും ചീര ഒരു പ്രധാന വരുമാന മാർഗ്ഗമാണ്. നമുക്ക് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. കേട്ടാ വെണ്ടയുടെ പ്രധാന ക്രോപ്പ് വരുന്നത് വെണ്ടത് ഫുള്ള് പൂത്തി തുടങ്ങിയ സമയത്ത് ചീര പറിച്ച് മാറ്റുകയും ചെയ്യും. ഹോൾ ഇട്ടിട്ട് നോക്കിയാൽ 2 ഹോൾ അപ്പുറത്തും ഇപ്പുറത്തും ഇട്ട് ഒരു സൈഡിൽ കാര്യമായിട്ടുള്ള മുടക്കില്ലാതെയാണ് ചെയ്യുന്നത്. അപ്പം കിട്ടുന്ന അത്രയും നമുക്ക് ബോണസാണ്. ഏകദേശം 25 കിലോത്തോളം ചീരയാണ് വിളവെടുക്കുന്നത്. 3-4 ദിവസത്തെ തുടർച്ചയായ മഴയ്ക്ക് ശേഷം സൂര്യൻ ഉദിച്ച് കർഷകൻ്റെ മനസ്സും തെളിഞ്ഞു തുടങ്ങിയതേ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒഴുകിപ്പോയ സ്ഥലമായിട്ടത്. ഇവിടെയൊക്കെ പൊട്ടിച്ച് വിട്ട് ഇതിലെ വഴി ഒഴുകി അങ്ങോട്ട് പോയി. ഇനിയിപ്പം കുറച്ച് വെള്ളം കൂടെ മാത്രമേ നിലവിലുള്ളൂ. അപ്പോൾ ഇന്നത്തെ വെയിലോടുകൂടി അതും പറ്റുമ്പോൾ ഈ കൃഷിയുടെ അത്യാവശ്യം സേഫായി തുടങ്ങും. നേരത്തെ പറഞ്ഞ 2 കെട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ആ വരമ്പേൽ. മഴക്കാലമായതുകൊണ്ട് എത്ര കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഏറിയും കുറഞ്ഞിരിക്കട്ടെ. വേനൽക്കാലത്ത് കിട്ടുന്ന പോലെ അതേപോലെ കിട്ടത്തില്ല. ഒരു കെട്ട് 11 കിലോ. മൊത്തം 2 കെട്ട് 21 കിലോ ഉള്ളത്. അപ്പോൾ വെള്ളത്തൊക്കെ കഴിഞ്ഞ് ഒരു 19 കിലോയെ കിട്ടത്തുള്ളൂ. ഈ വെണ്ട കൃഷിയെക്കുറിച്ചും ചീരകൃഷിയെക്കുറിച്ചുള്ള ഒരുപാട് വ്യത്യസ്തങ്ങളായ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കയറി നോക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് ബൈ.